എൻ്റെ പെണ്ണ് രചന സോളോമാൻ. അവതരണം ഷാഹുൽ മലയിൽ. ദാഗിരി, ഇത് നിന്റെ എത്രാമത്തെ പെണ്ണ് കാണാനെന്ന് വല്ല നിശ്ചയമുണ്ടോടാ? പെണ്ണ് കാണലിന് പോകാൻ കാലത്ത് തന്നെ കാക്കക്കുളിയും കുളിച്ച് ഒരുങ്ങിയിറങ്ങി വരുമ്പോൾ തന്നെ അച്ഛൻ്റെ വക ട്രോള്. അച്ഛനാന്ന് പറഞ്ഞിട്ടെന്താ, ആദ്യ പെണ്ണ് കാണലിന് കൂടെ വന്നേ പിന്നെ എത്ര നിർബന്ധിച്ചിട്ടും പുള്ളി പിന്നെ കൂടെ വരാറില്ല. അതിനും കാരണമുണ്ട്. ഓരോ പെണ്ണ് കാണലിനും കൂടെ ഒരു പട തന്നെ ഉണ്ടാവും. അമ്മച്ചി കെട്ടിച്ചു വിട്ട പെങ്ങന്മാര് 2, കെട്ടിക്കാനുള്ള പൊട്ടിത്തെറിച്ച പെങ്ങന്മാർ 1, 2 അമ്മാമാരുടെ അമ്മായികൾ, അവരുടെ 1 ഡസൻ ട്രോഫികൾ, അങ്ങനെ നീളുന്നു ലിസ്റ്റ്. എല്ലാം കെട്ടിയൊരുങ്ങി അങ്ങോട്ട് എത്തുമ്പോഴേക്കും മുഹൂർത്തവും കാലവും തെറ്റും. ഇനി അവിടെ ചെന്നാലോ ഓരോ സൈഡിൽ നിന്ന് തള്ളോട് തള്ളു തുടങ്ങും. എല്ലാം കഴിഞ്ഞ് പെണ്ണ് ചായം കൊണ്ടുവരുമ്പോൾ കോഴീനെ നോക്കുന്ന കുറുക്കന്മാരെ പോലെ ആയിരിക്കും എല്ലാത്തിൻ്റെയും നോട്ടം. ആ ഒറ്റ നോക്കി തന്നെ പെണ്ണിൻ്റെ അസ്ഥികൂടത്തിൻ്റെ എക്സ്റേ വരെ പിടിച്ചിട്ടുണ്ടാവും ശവങ്ങൾ. ഇതൊക്കെ കാണുമ്പോൾ ബാക്കിയുള്ളവർ നോക്കണോ നോക്കണ്ടേന്നൊരു വൈക്ലഭ്യവും. ഒടുക്കോളോടും തനിച്ച് മിണ്ടാനുള്ള സുവർണാവസരമായ ടൈം ആകുമ്പോഴേക്കും പെങ്ങന്മാരുടെ അമ്മായിമാരുടെ റെഡ് സിഗ്നൽ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ആർക്കോ വേണ്ടി പോകും, വെറുതെ എന്തൊക്കെയോ മിണ്ടും, തലയും താഴ്ത്തി മെല്ലെ വലി. തിരിച്ച് വീട്ടിലേക്കെത്തി അവരുടെ വടയും ചായയും ജിലേബിയും മൂക്കുമുട്ടയെ കഴിച്ച് ഓരുടെ ചോര തന്നെ ഊറ്റിയാണ്ട് കുടിക്കും. പെണ്ണിന് നിറം പോരാ, മണം പോരാ, മുടി പോരാ, നാട് പോരാന്നൊരു കൂട്ടം. എന്തിനേറെ പറയുന്നു, ഒന്നും കിട്ടിയില്ലെങ്കിൽ ജിലേബിക്ക് മധുരം പോരാന്ന് വരെ പറഞ്ഞാൽ മുടക്ക്. കെട്ടണത് ഞാനാണെങ്കിലും ആദ്യമത്തെ വിറ്റകൾക്കാ. വയസ്സ് 29 കഴിഞ്ഞിട്ടും കെട്ടാത്തീൻ്റെ മുട്ടയിൽ എനിക്കല്ലേ അറിയൂ. ഇതൊക്കെ കണ്ട അച്ഛൻ ആ ചായ കൂടി പണ്ടേ മറന്നിക്ക്. ഇതൊക്കെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? അപ്പം തമാശ രൂപേണ പറഞ്ഞാണെങ്കിലും ആ മുഖത്ത് എന്തൊക്കെയോ സങ്കടങ്ങൾ എനിക്ക് തെളിഞ്ഞ് കാണാമായിരുന്നു. ഇല്ല ചാ, ഇതെൻ്റെ അവസാനത്തെ കാണലാന്ന്. ഈ പോക്ക് ഞാൻ പെണ്ണിനെ കൊണ്ടേ വരുള്ളൂ. അച്ഛനും ചിരിച്ചു. ശേഷം പോവാൻ നേരം വിളിച്ച് അടുത്തിരുത്തി മെല്ലെ പറയുകയാണ്, കപ്പ് മുക്കിയമ്പിയിലേ. അല്ലെങ്കിൽ കിരീട അപ്പം രായപ്പം വേറെ ലെവലാണ്. മൂപ്പരൊക്കെ പണ്ട് പ്രേമിക്കുന്ന ടൈം എൻ്റെ അമ്മക്ക് വയറ്റിക്ക് 3 മാസം ഗർഭം കൊടുത്ത് ചാടിച്ചുകൊണ്ട് വന്ന ടീംസാണ്. അങ്ങനെ അച്ഛൻ്റെ ആശീർവാദം വാങ്ങിയൊരു യുദ്ധത്തിനുള്ള പടയമായിട്ട് ഞാൻ വിട്ടു. നമ്മളെ വരവും കാത്ത അവരങ്ങനെ കാത്തു നിൽക്കുവാണ്. പോയി ഇത് ശീലായോണ്ട് എല്ലാം അതിൻ്റെ മുറക്ക് തന്നെ നടന്നു. അങ്ങനെ നമ്മൾ സൊറ പറഞ്ഞിരിക്കുന്ന സമയത്ത് ദാണ്ടേ വരുന്നു പെണ്ണെന്ന് പറഞ്ഞ ഐശ്വര്യ റായിൻ്റെ മാതിരി പൂച്ചക്കണ്ണു, അച്ചാതി മൊഞ്ച്, എന്തൊരു ചേല. ആകമൊത്തോളുടെ അറേബ്യൻ കുതിരയുടെ ഗെറ്റപ്പും മരയന്നപ്പിടയുടെ നടത്തവും ഞാൻ അന്തം വിട്ട് കുന്തം പോലെ അങ്ങ് നിന്നു. ശേഷം ഓടെ മേലെ നിന്ന് കണ്ണെടുക്കാണ്ട് വായും പൊളിച്ചങ്ങനെ നിൽക്കണ അമ്മായിയുടെ വായിൽക്ക് മുയത്ത് ലഡുന്ന് തിരികെ കയറ്റി ഞാൻ ഓൾക്കൊപ്പം മെല്ലെ നടന്നു. ഇനിയിപ്പോൾ ആര് പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞ പോലെ ഈ ഗപ്പും കൊണ്ട് ഗിരി പോവുള്ളെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. മിണ്ടാൻ പോയപ്പോൾ നിൽക്കുകയാണെങ്കിൽ മിണ്ടാട്ടം മുട്ടി നിൽക്കുക. ഞാനൊന്ന് നോക്കി, ഓൾ എന്നെ നോക്കി. യാക്കുതാ, നെഞ്ചിന്നൊരു തരിപ്പും മിടിപ്പും തുടിപ്പും മിടിപ്പും. ഇനി നിന്നാൽ ഞാൻ വല്ലതും ചെയ്തു പോകുന്ന മനസ്സ് പറഞ്ഞപ്പോൾ മെല്ലെ സ്കൂട്ടായി. അവിടുന്ന് നേരെ വീട്ടിലേക്കെത്തി ഞാൻ ശ്വാസം വിട്ടു. ആരും ഒന്നും മിണ്ടണില്ല. എല്ലാവരും എന്നെ തന്നെ നോക്കുക. ഇതൊക്കെ നിനക്ക് എടുത്താ പൊങ്ങോ ഗിരിയെ? അമ്മായിയുടെ അത്ഭുതപരവശായ ചോദ്യം. ഞാൻ മുഖമൊന്ന് കനപ്പിച്ചു. ഇത്രയും നാൾ ഞാൻ കാണുന്ന പെണ്ണുങ്ങൾക്കേന്ന് കുറ്റം, ഇതിപ്പോൾ കുറ്റം എനിക്കായി. അങ്ങനെ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ഒരു ദിവസം കുറിച്ച് ഞാൻ കാത്തിരിപ്പായി. 1-2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും. ഓളുടെ പതിവായുള്ള വിളി കാണാഞ്ഞപ്പോൾ ഞാൻ കയറി അങ്ങോട്ട് വിളിച്ചു. ഫോൺ ഓഫായിരുന്നു. അങ്ങനെ ആ ദിവസം അങ്ങ് കഴിഞ്ഞു. ഞാൻ ഇടയ്ക്കിടെ വിളിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഫോൺ ഓഫിൽ തന്നെയായിരുന്നു. എന്തോ ഒരു അപായ സൂചന കത്തിയതിനാൽ ഞാൻ മെല്ലെ അവളുടെ അച്ഛനെ വിളിച്ചു. 1-2 തവണ നീട്ടി വിളിച്ച് കഴിഞ്ഞപ്പോൾ ഒടുവിൽ അയാൾ കോൾ എടുത്തു. സംസാരിക്കാൻ മടിച്ചെന്ന് അയാളോട് ഞാൻ എന്താ കാര്യമെന്ന് വീണ്ടും ചോദിച്ചപ്പോൾ അയാൾ കാര്യം പറഞ്ഞു. അവരൊക്കെ ഹോസ്പിറ്റലാണെന്നും അവൾക്കൊരു അപകടം പറ്റിയെന്നാണ് അയാൾ പറഞ്ഞത്. കേട്ടപ്പോൾ ഭ്രാന്ത് പിടിക്കുന്ന പോലെ ഒരു അവസ്ഥയായിരുന്നു. അവർ പറഞ്ഞ വിവരമനുസരിച്ച് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ദൂരെ നിന്ന് ഞാൻ അവരുടെ അച്ഛനെയും ബന്ധുക്കളെയും കാണുന്നുണ്ടായിരുന്നു. അടുത്തെത്തുന്നതോറും അവരുടെ മുഖത്തെ നിരാശ തെളിഞ്ഞ് കാണാമായിരുന്നു. വിറക്കുന്ന ചുവടുകളോടെ ഞാൻ അവർക്കരികിലെത്തി. എന്താ അച്ഛാ, എന്തൊക്കെ പറ്റിയത്? എൻ്റെ ചോദ്യത്തിൽ കരച്ചിലോടെ അയാൾ എനിക്ക് മേൽ ചാഞ്ഞു. ആരിലും എനിക്ക് വേണ്ട ഉത്തരമില്ലായിരുന്നു. ഭയം ഇരച്ചു കയറിയതും അവളെ കാണണമെന്ന് ഞാൻ വാശി പിടിച്ചു. ഒടുവിൽ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവരെന്നെ അവളെ കിടത്തിയിരുന്ന മുറിയിലേക്ക് കടത്തിവിട്ടു. ഞാൻ ചെല്ലുമ്പോൾ അവൾ എനിക്ക് വിപരീത ദിശയിലേക്ക് ചെരിഞ്ഞു കിടക്കുകയായിരുന്നു. അവൾക്കരികിലേക്ക് ചെന്ന് ഞാൻ പതിയെ വിളിച്ചു, വിദ്യ. എൻ്റെ സ്വരം കേട്ടതും പതിയെ അവൾ എനിക്ക് അഭിമുഖമായി തിരിഞ്ഞു. ആ കാഴ്ച കണ്ടതും ഞാൻ ഞെട്ടിവിറച്ചുകൊണ്ട് പുറകോട്ട് മാറി. കണ്ട കാഴ്ച വിശ്വസിക്കാനാവാതെ ഞാൻ മനസ്സിനെ ധൈര്യപ്പെടുത്തി ഒരു വട്ടം കൂടി അവളെ നോക്കി. പൂർണ്ണചന്ദ്രനെപ്പോൾ വെളുത്തുകൊടുത്ത് അവളുടെ മുഖമാകെ വികൃതമായിരിക്കുന്നു. മുഖത്തെ മാംസങ്ങളിൽ പാതിയും വെന്തുപോയിരിക്കുന്നു. ശേഷം അവൾ പഴയതുപോലെ പുറംതിരിഞ്ഞു കളഞ്ഞു. ഒരു വട്ടം കൂടി അവളുടെ പേര് വിളിക്കണമെന്ന് കരുതിയെങ്കിലും ഉമിനീര് പറ്റി എൻ്റെ തൊണ്ടക്കുഴിയിൽ ശബ്ദം ലയിച്ചേർന്നു. വിറങ്ങലിച്ച മനസ്സുമായി അവിടെ നിന്നിറങ്ങി ഒന്നും മിണ്ടാതെ ഞാൻ തിരിഞ്ഞു നടന്നു. വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിയിരുന്നു. കൂടെ കോളേജിൽ പഠിച്ചിരുന്ന പയ്യൻ മുഖത്തേക്ക് ആസിഡ് ആക്രമണം നടത്തിയതാണ്.
പ്രണയാഭ്യർത്ഥന നിരസിച്ചതായിരുന്നു കാരണം. ടി വിയിലും മറ്റിടങ്ങളിൽ അതായിരുന്നു ചൂടുള്ള വാർത്ത. എന്ത് പറഞ്ഞിട്ട് എന്താ ശാരദേ? മോഹൻലാണ്ട് പിന്നെ എന്തുണ്ടായിട്ടെന്തിനാ? ഇനിയിപ്പോൾ ഇതെങ്ങനെ ശരിയാവാനാ? നീ അത് മറന്നുകളാം. അതാവനും നമുക്ക് നല്ലത്. വീടിനുള്ളിൽ അമ്മായിയുമായി ബന്ധുക്കൾ അടക്കം പറയുന്ന എനിക്കും കേൾക്കാമായിരുന്നു. ഞാൻ ചിന്തിക്കുകയായിരുന്നു അപ്പോൾ, എത്ര പെട്ടെന്നാണ് മനുഷ്യൻ്റെ മനസ്സിന് മാറ്റങ്ങൾ വരുന്നത്. ഇന്നലെ വരെ അവളുടെ സൗന്ദര്യത്തെയും ചുറുചുറുക്കിനെയും വാഴ്ത്തി പറഞ്ഞ എല്ലാവരും ഇന്ന് അവളുടെ വൈരൂപ്യത്തെ തുറന്നു കാട്ടുന്നു. എനിക്ക് സഹിക്കാൻ പറ്റാവുന്നതിൽ അപ്പുറമായിരുന്നത്. തകർന്നിരിക്കുന്ന എന്നിലേക്ക് അച്ഛൻ്റെ കൈകൾ ആശ്വാസം പകർന്നപ്പോൾ ഞാൻ അറിയാതെ വിതുമ്പുകയായിരുന്നു. മോനഗിരി, കരയരുത്. നിന്റെ മനസ്സ് എന്ത് പറയുന്നു നീ അതുമാത്രം ചെയ്യ്. മറ്റുള്ളവരുടെ കാര്യം നീ നോക്കണ്ട. അതും പറഞ്ഞ് എൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് അച്ഛൻ മെല്ലെ പുറത്തേക്ക് നടന്നു. അച്ഛൻ്റെ ആ വാക്കിൽ ഞാനൊന്ന് ഉറപ്പിച്ചിരുന്നു. ആ നിമിഷം തന്നെ അമ്മച്ചിയെ അച്ഛനെയും കൂട്ടി ഞാൻ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഞങ്ങളുടെ വരവ് അവർ തീരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു എന്ന് അവരിലെ മുഖഭാഗത്തിൽ നിന്ന് വായിച്ചെടുക്കാമായിരുന്നു. തരിച്ചിൽക്കുന്ന അവരെയും എൻ്റെ അമ്മയുടെയും മുമ്പിൽ വെച്ച് ഞാൻ അവൾക്കായി വാങ്ങിയ താലിമാല കയ്യിലെടുത്തു. ശേഷം എല്ലാവരോടുമായി പറഞ്ഞു, ഈ അവസരത്തിൽ ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. തീയതി മുഹൂർത്തം ഇനി ഞാൻ നോക്കണമില്ല കാക്കണമില്ല. ഈ താലിച്ചരട്ടിൻ്റെ ബലത്തിൽ ഞാൻ അവളെ കൊണ്ടുപോവാണ്. എല്ലാവരും ഞങ്ങൾ അനുഗ്രഹിക്കണം. അതും പറഞ്ഞ് നേരെ അവളെ കിടത്തിയ മുറിയിലേക്ക് ഞാൻ കടന്നു ചെന്നു. മുഖമാകെ തുണി കൊണ്ട് മറച്ച് ബെഡിൽ കിടക്കായിരുന്ന അവളെ ഞാൻ താങ്ങി എഴുന്നേൽപ്പിച്ചു. ശേഷം എനിക്ക് അഭിമുഖമായി നിർത്തി. മുഖത്ത് ചുറ്റിയ തുണികൾക്കിടയിലൂടെ അവളുടെ വെള്ളാരം കണ്ണുകളിലെ നനവ് ഞാൻ അറിഞ്ഞു. അവളുടെ മുഖത്ത് നിന്ന് ആ തുണി വലിച്ചു മാറ്റി ഞാൻ അവളെ എന്നോട് ചേർത്ത് നിർത്തി. വർദ്ധിച്ചു വരുന്ന ശ്വാസനിശ്വാസങ്ങൾക്കൊപ്പം അവൾ പോലും അറിയാതെ ഞാൻ ആ താലിച്ചരട് അവളുടെ കഴുത്തിലേക്ക് ചേർത്ത് കെട്ടി. തടയാനെന്നോണം അവൾ കൈകൾ ഉയർത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. ശേഷം അവളുടെ നെറ്റിയിലേക്ക് ഞാൻ അമർത്തി ചുംബിച്ചു. ഒരേങ്ങലോടെ അവൾ എൻ്റെ ദേഹത്തേക്ക് ചാഞ്ഞു. ആ നിമിഷം ഞാൻ അവളുടെ കാതിൽ മെല്ലെ മന്ത്രിച്ചു, വിദ്യ, നിന്റെ മുഖം മനോഹരമായിരിക്കുന്നു. പക്ഷെ അതിലേറെ മനോഹരമാണ് നീയും നിന്റെ മനസ്സ്. നിന്നെ സ്വീകരിക്കാൻ, നിനക്കൊപ്പം ജീവിക്കാൻ നിന്റെ മുഖം എനിക്ക് ആവശ്യമില്ല. അതിന് നീ എന്ന സങ്കല്പം മാത്രം മതി. അപ്പോഴേക്ക് ആ മുറി മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. അതിൽ മുന്നിലായി കരച്ചിലടക്കാൻ പാടുപെടുന്ന എൻ്റെ അവിടെ അച്ഛനമ്മമാരും ഉണ്ടായിരുന്നു.